മാതൃദേവോ ഭവ. അപ്പൊ അങ്ങനെ അദ്വൈതത്തിന്റെ ചില ഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ടായി. ആ അദ്വൈതത്തിനെയാണ് അമൃതമായിട്ട് പറയുന്നത്. അദ്വൈതത്തിന് മൃതഭാവമില്ല, മരണമില്ല. എന്താന്ന് വെച്ചാൽ പരമമായിരിക്കുന്ന സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തി, പരാബ്രഹ്മം, അതിന് നാശമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ ഈ ഭേദഭാവം ഇല്ലാത്ത കാരണം നശിക്കാത്തതായിട്ടുള്ള ചിന്തകളും ഭാവനകളൊക്കെ അതിൽ നിന്ന് ഉണർന്നു വരിക. അതുകൊണ്ടാണ് അതിനെ അമൃതം, മരണമില്ലാത്തത് എന്ന് വിശേഷിപ്പിക്കുന്നത്. വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഒരു പുതിയ സമീപനം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മൃതഭാവം കൂടി വരണം. അതിനെ നമ്മൾ അമൃത കുടുംബങ്ങളാക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്ത. അപ്പൊ അമൃത കുടുംബമാക്കി മാറ്റണം എന്നെങ്കിൽ അവിടേക്ക് അമൃത് കൊണ്ടുവരണ്ടേ? എവിടുന്ന് അമൃത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അമൃത് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. വിഷമില്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ കിട്ടണമെന്നെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നല്ല തോട്ടം ഉണ്ടാക്കി അവിടെ നല്ല പച്ചക്കറികൾ വളർത്തണം എന്ന് പറയണ മാതിരി പുറമെ എന്ത് നോക്കിയാലും മൃതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ്, ചീഞ്ഞു പോകുന്നതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് നിറഞ്ഞതാണ് ലോകം. അത് സമ്പത്തായാലും സുഖസൗകര്യങ്ങളായാലും നമ്മൾ നേടിയെടുത്തു എന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ നശിക്കും. നശിക്കാത്തതൊന്ന് മാത്രമേ ഉള്ളൂ, ഈ ആത്മസ്വരൂപത്തെ അറിയുക, അതിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ആനന്ദത്തിനെ രുചിക്കാനായിട്ട് പഠിക്കുക. അതായത് ഭേദഭാവങ്ങളൊക്കെ നീക്കി അഭേദ ചിന്തയിൽ നിന്നുകൊണ്ട് ആ അദ്വൈത ഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാല് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച മാതിരി കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ ഇതൊക്കെ അദ്വൈത ഭാവങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതിനെയൊക്കെ നശിപ്പിച്ച് നമുക്ക് ആ ഏകാത്മഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. യാജ്ഞവൽക്യൻ അവരോട് പറയുന്നതാണ്, മൈത്രേയിയോട് പറയുന്നതാണ്, ആത്മസ്വരൂപമായിട്ട് എല്ലാത്തിനെയും കാണാൻ പഠിക്കാം. നമുക്ക് മറ്റൊന്നിനോട് ശരിക്കും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ അതില് പ്രതിഫലിച്ച് കാണുന്ന കാരണമാണ്. അങ്ങനെ ആത്മസ്വരൂപമായിട്ട് എല്ലാത്തിനെയും നമുക്ക് കാണാൻ പഠിച്ചാൽ അവിടെ സ്നേഹം എന്നുള്ളൊരു ഭാവമേ ഉള്ളൂ, വേറൊരു ഭാവം ഇല്ല. അങ്ങനെ ആ അദ്വൈതത്തിൽ ഊന്നി നിൽക്കുന്നതായിട്ടുള്ള സ്നേഹം, അതിനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ഷേത്ര ദർശനങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ സത്സംഗങ്ങളോ എല്ലാം കേട്ട് 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 എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയവീണയിലുള്ള ഈ അപസ്വരങ്ങൾ നിറഞ്ഞിരിക്കുന്ന തന്തികളെ, കമ്പികളെ, അതിന്റെ ആ അപസ്വരങ്ങളെ നീക്കി ഒന്നിച്ച് നമ്മള് മീട്ടാൻ പഠിക്കുമ്പോൾ അതിൽ നിന്ന് അദ്വൈത സ്വരൂപം മാത്രമേ വരുള്ളൂ. അതാണ് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. കഴിയുന്നതും ആവശ്യമില്ലാത്തതിനെയൊക്കെ കളഞ്ഞ് ആവശ്യമുള്ളതായിട്ടുള്ളത്, തന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപം അത് പരമദിവ്യമാണെന്നും അതിന്റെ പ്രകാശനമാണ് ചുറ്റുമുള്ളത് എന്ന് ഒരു ഗർഭിണിക്ക് ഭ്രൂണത്തോടുണ്ടാകുന്ന ആ അറ്റാച്ച്മെന്റിൽ നിന്നുളവാകുന്ന അദ്വൈത ചിന്തയെ, അതിനെ നമ്മുടെ സ്വഭാവത്തിന്റെ അടിത്തറയാക്കിയിട്ട് മാറ്റാൻ സാധിക്കുക. അതൊരു വലിയ തപസ്സാണ്. അതാണ് മാതൃദേവോ എന്നുള്ളതിന് പിന്നിലുള്ള തപസ്.